നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തോഴി ഇനി തലൈവി. തമിഴകത്തിനു തലൈവിയായി ശശികല. AIADMK നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ തിരഞ്ഞെടുത്ത് പാർട്ടി MLA-മാരുടെ നിർണായക യോഗം. സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നേതൃസ്ഥാനത്തേക്ക് ചിഹ്നതലൈവിയുടെ പേര് നിർദ്ദേശിച്ച ശേഷം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പനീർശെൽവം. അമ്മയുടെ പാത പിന്തുടരുമെന്ന് ശശികല. ശശികല മുഖ്യമന്ത്രിയാകുന്നതോടെ പനീർശെൽവത്തിന് എന്തു പദവി നൽകുമെന്നതിൽ അഭ്യൂഹം. ജയലളിത മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന പനീർശെൽവത്തെ അതേ വകുപ്പ് തന്നെ നൽകി നിലനിർത്തുമെന്ന് സൂചന. ഇക്കാര്യത്തിൽ പനീർശെൽവത്തിന്റെ നിലപാട് നിർണായകം. അതിനിടെ ശശികലയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെതിരെ ആക്ഷേപവുമായി DMK. തമിഴ് ജനത വോട്ട് ചെയ്തത് ജയലളിതയുടെ വീട്ടുജോലിക്കാരിയെ മുഖ്യമന്ത്രിയാക്കാനല്ലെന്ന് MK സ്റ്റാലിൻ. ശശികലയുടെ സ്ഥാനാരോഹണത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടെന്നും അഭ്യൂഹം. അടയുന്ന വാതിലുകൾ. ലോ അക്കാദമിയിൽ 3 ആഴ്ച പിന്നിട്ട വിദ്യാർത്ഥി സമരം പരിഹാരമില്ലാതെ തുടരവേ അനിശ്ചിതകാലത്തേക്ക് കോളേജ് അടച്ചിടാൻ മാനേജ്മെന്റ് തീരുമാനം. നാളെ ക്ലാസുകൾ പുനരാരംഭിക്കാനുള്ള നീക്കം അവസാന നിമിഷം ഉപേക്ഷിച്ചത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത്. ക്ലാസ്സിനെത്തുന്ന വിദ്യാർത്ഥികളെ തടയുമെന്ന് KSU മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം മാനേജ്മെന്റിന്റേത് വിദ്യാർത്ഥി സമരം പൊളിക്കാനുള്ള കുതന്ത്രമെന്ന് ആക്ഷേപം. കോളേജ് അടയ്ക്കാൻ തീരുമാനിച്ചവർക്ക് കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്ന് VS. പുതിയ സാഹചര്യത്തിൽ അക്കാദമിക്ക് മുന്നിലെ നിരാഹാര സമരത്തിൽ അനിശ്ചിതത്വം. ലോ അക്കാദമി പ്രശ്നത്തിൽ തുടർ നടപടി ചർച്ചയുമായി നാളെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം. തീരുമാനത്തിൽ നിന്ന് സർക്കാർ തലയൂരിയ പശ്ചാത്തലത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനം നിർണായകം. സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് KSU. UP പിടിക്കാൻ നെട്ടോട്ടം. ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ പ്രചരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോട്ട് അസാധുവാക്കൽ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ഭാഗം. രാജ്യം സംരക്ഷിച്ചത് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന 40,000 കോടി രൂപ. ഈ പണം ജനസേവനത്തിനായി ഉപയോഗിക്കുമെന്നും നരേന്ദ്രമോദി. കറൻസി പരിഷ്കരണത്തിന് മുൻപ് കേന്ദ്രം മുൻകരുതലുകൾ എടുത്തില്ലെന്ന ആരോപണം തെറ്റ്. മുഴുവൻ പണവും ബാങ്കിൽ തിരികെ എത്തിക്കുന്നതിനായി രഹസ്യമായി നടപടികൾ സ്വീകരിച്ചിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തനിക്കെതിരെ നിലപാടെടുക്കുന്നത് തെറ്റായ രീതിയിൽ പോകുന്ന കാര്യങ്ങളെ ശക്തമായി എതിർക്കുന്നതിനാലെന്ന് അലിഗഡിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി. അതേസമയം UP പിടിക്കാൻ ശക്തമായ പ്രചരണവുമായി സമാജ്വാദി പാർട്ടിയും. രാഹുൽ അഖിലേഷ് റോഡ് ഷോയിൽ അണിനിരുന്നത് 10,000. വർഗീയ ശക്തികളെ തുരത്തി UPയിൽ 3-2 ഭൂരിപക്ഷത്തോടെ SP കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വരുമെന്ന് അഖിലേഷ് യാദവ്. വിലക്കിൽ വീണ്ടും വിചാരം. കുടിയേറ്റ വിലക്ക് ഉത്തരവിൽ നിലപാട് മയപ്പെടുത്തി അമേരിക്ക. വിസ റദ്ദാക്കിയിട്ടില്ലാത്ത മുസ്ലിം രാജ്യക്കാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല. നിലപാട് മാറ്റം ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ ഉത്തരവ് ഫെഡറൽ ജഡ്ജി തടഞ്ഞ സാഹചര്യത്തിൽ തീരുമാനത്തിനെതിരെ നിയമയുദ്ധം നടത്തുമെന്ന് ട്രംപ്. ഇറാഖും സിറിയയും ഉൾപ്പെടെ 7 മുസ്ലിം രാജ്യക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഉത്തരവ് സ്റ്റേ ചെയ്ത ജഡ്ജിയുടെ നടപടി പരിഹാസ്യമെന്ന് ട്രംപ്. വിധിക്കെതിരെ അടിയന്തര അപ്പീൽ സമർപ്പിച്ച വൈറ്റ് ഹൗസ്. ആരു തടഞ്ഞാലും ഉത്തരവ് നടപ്പാക്കുമെന്നും പ്രഖ്യാപനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.